തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ പ്രതി. പെരിന്തൽമണ്ണയിലെ രജിസ്റ്റർ ചെയ്ത കേസിൽ CN രാമചന്ദ്രനെ പോലീസ് മൂന്നാം പ്രതിയാക്കി. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ അനന്തകുമാറാണ് പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതി. നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാനാണ് അനന്തകുമാർ. വലമ്പൂർ സ്വദേശി ഡാനിമോന്റെ പരാതിയിലാണ് കേസെടുത്തത്. മലപ്പുറം ജില്ലയിൽ 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക വിവരം. വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചതാണെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് കൃഷിവകുപ്പിന്റെ എതിർപ്പും. ഭൂമി തരം മാറ്റി നൽകാൻ കഴിയില്ലെന്ന ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചത് കൃഷിവകുപ്പ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് ഭൂമി തരം മാറ്റം അപേക്ഷ നിഷേധിച്ചത്. എലപ്പുള്ളി പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനി 24 ഏക്കർ സ്ഥലം വാങ്ങിയത്. ഇതിൽ 4 ഏക്കർ കൃഷിഭൂമിയാണ്. ഇത് തരം മാറ്റാനുള്ള കമ്പനിയുടെ അപേക്ഷ ആദ്യം തള്ളിയത് കൃഷിവകുപ്പാണ്. ഭൂനികുതി വർധനവിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത്. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധനവെന്ന് പാംബ്ലാനി തുറന്നടിച്ചു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു. മലപ്പുറത്ത് മിനിയൂട്ടി ട്രിപ്പിനിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. വെങ്ങരങ്ങ് സമീപം മിനിയൂട്ടി നെടിയിരിപ്പ് റോഡിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ കോട്ടപ്പുറം കൊടികുത്തിപ്പറമ്പ് സ്വദേശികളായ മുഫീദ്, വിനായക് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ച BJPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉടനുണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച US സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുമെന്നാണ് BJPയുടെ തീരുമാനം. ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഡൽഹി ഫലം ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ ഇന്ന് അതീഷി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി ലഫ്റ്റനന്റ് ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ദ്രൗപദി മുർമു നാളെ പ്രഗ്രാജിലെ മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും. പുണ്യസ്നാനത്തിന് ശേഷം അക്ഷയാവന്ത്, ഹനുമാൻ മന്ദിർ എന്നിവിടങ്ങളിൽ പൂജയും ദർശനവും നടത്തും. 8 മണിക്കൂറോളം മഹാകുംഭമേളയിൽ തങ്ങുമെന്നാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. പൗഷ് പൗർണമിയായ ജനുവരി 13-നാണ് കുംഭമേള ആരംഭിച്ചത്. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 31 നക്സലുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലാണ് സംഭവം. ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. റഷ്യയിലുടനീളമുള്ള ഭവനരഹിതർക്ക് സൗജന്യ വൈദ്യസഹായം നൽകാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഭവനരഹിതരായ ജനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖകളോ രജിസ്റ്റർ ചെയ്ത വിലാസമോ ഉണ്ടോ എന്നത് പരിഗണിക്കാതെ സൗജന്യ വൈദ്യസഹായം നൽകാനാണ് ആരോഗ്യ വകുപ്പിന് പുടിൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 2ാം മത്സരത്തിനുള്ള പ്ലേയിംഗ് 11-ൽ 2 മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ ഇറങ്ങിയത്. ആദ്യ മത്സരം കളിച്ച ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് പകരമാണ് കോഹ്ലി ടീമിൽ തിരിച്ചെത്തിയത്. കോഹ്ലിയുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചതാണെങ്കിലും ആദ്യ മത്സരം കളിച്ച കുൽദീപിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് വിചിത്രമായ കാരണമായിരുന്നു. ആദ്യ മത്സരത്തിൽ കളിച്ച കുൽദീപിന് വിശ്രമം അനുവദിച്ചുവെന്നും പകരം വരുൺ ചക്രവർത്തിയെ പ്ലേയിംഗ് 11-ൽ കളിപ്പിക്കുന്നുവെന്നുമാണ് രോഹിത് പറഞ്ഞത്. പരിക്കിനെ തുടർന്ന് ദീർഘനാളായി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിരുന്ന കുൽദീപ് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിലാണ് ടീമിൽ തിരിച്ചെത്തിയത്.